ഹലോ, ഇത് മോനും അനിയത്തിയുടെ കുട്ടിയും കൂടെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇവരുടെ ഓരോരോ ചെയ്തികൾ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വന്നത്. നമ്മുടെ വെക്കേഷൻ സമയത്ത് നമ്മൾ ഇതേപോലെ മാങ്ങ പറിച്ചും ഞാവൽപ്പഴം പെറുക്കിയും മഞ്ചാടിക്കുരു പെറുക്കിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു കാലം. ഇവർക്ക് ഇതൊരു ഓർമ്മയാവുന്നതിന് മുമ്പ് ഞാനതൊന്ന് ക്യാപ്ചർ ചെയ്തതാണ്. കുറേ വലുതാവുമ്പോഴും ഇവർക്ക് കാണാമല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി മാങ്ങ പറിക്കാൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമമാണ്. മാങ്ങ താഴെ തന്നെ ഉണ്ട്, പക്ഷെ അവർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ തന്നെ പറിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടൊന്നല്ല, അവർ തന്നെ സ്വന്തമായിട്ട് പറിക്കുകയാണ്. ഉപ്പും മുളകും തേച്ച് തിന്നാന്നുള്ള പ്ലാനൊക്കെ ഇട്ടിട്ട് ചെയ്യാണ്. അപ്പോൾ ഏതായാലും രണ്ടുപേരും കൂടി മാങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തിയുടെ അടുത്തേക്ക് ചെന്നതാണ്, മാങ്ങയും കൊണ്ട് ചെന്നിട്ടുണ്ട് അവളുടെ അടുത്ത്. ഇതിനി ഉപ്പും മുളകും തേച്ചിട്ട് ഞാനാണ് അറുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇതിന് ഉപ്പും മുളകൊക്കെ തേച്ചിട്ട് അവളോട് കവറിലിട്ട് തരാൻ പറയുകയാണ്. നമ്മൾ പണ്ടിങ്ങനെ നമ്മൾ ഇതേപോലെ ഒന്നും ആയിരുന്നില്ല കഴിച്ചിരുന്നത്. നമ്മൾ ചെറിയ കണ്ണിമാങ്ങയൊക്കെ പെറുക്കി അതുപോലെ എല്ലാ മാങ്ങയുടെ ചോട്ടുകൂടിയും എല്ലാ മൂച്ചീൻ്റെ ചോട്ടുകൂടിയും എല്ലാ ഞാവൽ മരത്തിൻ്റെ ചോട്ടുകൂടിയൊക്കെ നടക്കും അല്ലേ. ഇതേപോലെ ഇവർക്ക് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊന്നും ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ മൂച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അനിയത്തി അത് കവറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടുപേരും അത് അടിച്ച് പൊട്ടിക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ്. ഞാൻ പറയുന്നുണ്ടായിരുന്നു അവരോട്, ഞാൻ പൊട്ടിച്ചേരാം. പക്ഷെ അവർക്ക് തന്നെ ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ അവസാനം അത് പൊട്ടി ഒന്നായിട്ട് പോയി. കണ്ടോ, അവൻ്റെ മുഖം ഒരുമാതിരിയായി. വീണ്ടും ഒരു മാങ്ങ എടുത്ത് ഇതേപോലെ ചെയ്ത് രണ്ടാളും കഴിച്ചേതായാലും ഇത് അവരുടെ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയായിട്ട് ഇവിടെ കിടക്കട്ടെ അല്ലേ.